ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോ സ്ട്രൈക്സ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഈ ബുക്കിൻ്റെ PDF ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ചർച്ച ചെയ്തത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ആ PDF ഫ്ലിപ്പ് ബുക്ക് ആക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അതിനാദ്യം നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് പോവുക. അതിൽ നമ്മളെ ഡിജിറ്റൽ ടെക്സ്റ്റ് ബുക്ക് അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ തൊട്ടിട്ട് നിങ്ങളെ സൈറ്റിലോട്ടേക്ക് വരിക. അപ്പോൾ ഇതാണ് നമ്മുടെ സൈറ്റ്. അതിൽ ക്രിയേറ്റ് നൗ എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളോട് സൈനപ്പ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇത് ഓൾറെഡി സൈനപ്പ് ചെയ്തുകൊണ്ടാണ് എൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെ ആയിട്ട് കണ്ടത്. അപ്പോൾ നിങ്ങൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസിലേക്ക് പോകും. അപ്പോൾ അവിടെ അപ്ലോഡ് ഫയൽസ് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫയൽസ് ഓപ്പൺ ആവും. ഫയൽസ് ഓപ്പൺ ആവും. അപ്പോൾ അതിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച ആ PDF നിങ്ങൾ ഇങ്ങോട്ടേക്ക് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ക്യാൻവയിൽ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ആ PDF ഞാനിതിലേക്ക് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പേജ് ഒന്ന് ബാക്കടിച്ച് പോകാൻ പാടില്ല. Uploading files will be cancelled if you go back or close the window. So stay on the line. കുറച്ച് സമയം എടുക്കും. കൺവേർട്ടിങ് എന്നെല്ലാം കാണിച്ചിങ്ങനെ കറങ്ങും. കൺവേർട്ട് സക്സസ്ഫുള്ളി. അപ്പം നമ്മുടെ ആ PDF ഫ്ലിപ്പ് ബുക്കായി മാറിയിരിക്കുകയാണ്. ഇതാണ് ആ ഫ്ലിപ്പ് ബുക്ക്. ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ വെറും 4 പേജിൻ്റെ ആ ഫ്ലിപ്പ് ബുക്ക് മാത്രമാണിത്. അപ്പോൾ ഇത്രയുള്ള ഫ്ലിപ്പ് ബുക്ക് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഒരു 4 പേജാനെ കൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് കഴിഞ്ഞത്. പക്ഷേ ഒരു 10-12 പേജുണ്ടെങ്കിൽ ഒരു മിനിറ്റ് ലാഗ് ഉണ്ടാവും. അതൊക്കെ നിങ്ങളുടെ ഇൻ്റർനെറ്റിൻ്റെ എല്ലാം റീൽ അനുസരിച്ചിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറ്റണം. ഒരു എഫക്റ്റെല്ലാം കൊണ്ടുവരണമെങ്കിൽ ഇതിൻ്റെ അടിയിലൊരു പേജുണ്ട്, ഒരു ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അതിൽ തീംസ് എടുക്കുക. തീംസ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് ഓപ്ഷൻസ് വരും. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം എഫക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ എഫക്റ്റ് പോയി കഴിഞ്ഞാൽ കുറേ എഫക്റ്റ് കാണാം. അപ്പോൾ എനിക്കിതിൽ സ്നോ എന്ന് പറയുന്നൊരു എഫക്റ്റാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ സ്നോ എടുക്കുക. സ്നോ എടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ ബാക്കടിച്ചാൽ നമുക്ക് കാണാം എന്താ സംഭവിച്ചത്. അതായത് നമ്മുടെ ആ ബുക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൂടി ഒരു സ്നോ ഇങ്ങനെ വീഴുന്ന പോലത്തെ ഒരു എഫക്റ്റ് ഉണ്ടാവും. എനിക്ക് ഒരു കാര്യം കൂടിയും ചെയ്യണം. അതിന് ഞാൻ ഇതന്നെ എടുത്തു, ഡിസൈൻ എടുത്തു. അതിൽ തീംസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ പ്രസൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് വേണ്ട ആ ഒരു പിക്ചർ ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്നോ എഫക്റ്റ് ഇട്ടുകൊണ്ട് ഞാൻ സ്നോൻ്റെ തന്നെ എടുക്കുകയാണ്. അപ്പോൾ ഇത് ബാക്കടിച്ച് കഴിഞ്ഞാൽ കാണാം. ഇതാ നമ്മുടെ ഫ്ലിപ്പ് ബുക്ക് എന്ന് പറയുന്നത് ഇതാ ഇതുപോലെ ആയിട്ടുണ്ടാവും. വാവ്, കിടിലം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലിപ്പ് ബുക്ക്. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക് അടിക്കുക. എന്നിട്ട് ഇവിടെ ഷെയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് കോപ്പി ചെയ്യാം. ആ ലിങ്ക് കോപ്പി ചെയ്യുന്നു. കോപ്പി സക്സസ്ഫുള്ളി. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ക്ലാസ് റൂമിലേക്ക് വരിക. ക്ലാസ് റൂമിൽ ഞാൻ ഓൾറെഡി എൻ്റെ ചെയ്ത് വെച്ചുകൊണ്ട് ഞാൻ വേറെ ഒന്ന് കാണിച്ചു തരാം. ടൈം ടേബിൾ. അതിലിപ്പോൾ ആഡ് വർക്ക് എന്നുണ്ടാവും. അതിൽ ഇൻസേർട്ട് ലിങ്ക് പോയിട്ട് നമ്മൾ കോപ്പി ചെയ്ത ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ വർക്ക് സക്സസ്ഫുള്ളായിട്ട് സബ്മിറ്റ് ആവുന്നതാണ്. സബ്മിറ്റ് ആയി കഴിഞ്ഞു ഗൈസ്. ഈ ലിങ്ക് തൊട്ട് കഴിഞ്ഞാൽ നേരെ എങ്ങോട്ടേക്കാണ് പോവുക, ആ സൈറ്റിലേക്ക് പോയി നിങ്ങളുടെ ഫ്ലിപ്പ് ബുക്ക് ഓപ്പൺ ആവുന്നതാണ്. ശരിക്കും ആ ലിങ്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ബുക്കിൻ്റെ ലിങ്കാണ്. അത് ടച്ച് ചെയ്താൽ നേരതാ ഈ ബുക്കിലേക്ക് പോകും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഒരു ഫ്ലിപ്പ് ബുക്ക് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. വളരെ എളുപ്പത്തിൽ കഴിയുന്ന ഒരു കാര്യമാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാം. അപ്പോൾ നിങ്ങളിത് ഇവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ടീച്ചേഴ്സ് മാത്രമേ കാണുള്ളൂ. നമ്മളെ കുട്ടികൾ ഇത് കാണാൻ പോകുന്നില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്ലിപ്പ് ബുക്കിൻ്റെ ആ ലിങ്ക് എൻ്റെ വീഡിയോയുടെ കമൻറ്റിൽ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ പരസ്പരം കാണാവുന്നതാണ്, നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ബുക്കുകൾ. അപ്പോൾ ടീച്ചേഴ്സ് മാത്രമല്ല, നമുക്ക് കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാമല്ലോ. അപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നവർക്കും ഇൻസ്പിറേഷൻ ആയിരിക്കും. നമുക്ക് തന്നെ എല്ലാവരുടെ ബുക്കും ഒന്ന് കാണാനും സാധിക്കും.
അപ്പോൾ നിങ്ങളുടെ ലിങ്കൊക്കെ പേസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ബൈ.